മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു. ഈ പ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ടുപോയവരുടെ കൂട്ടത്തിൽ കുട്ടികളുമുണ്ട്. അവരുടെ പാഠപുസ്തകങ്ങളും യൂണിഫോമും ബാഗും എല്ലാം പോയി. അപ്പൊ ഇതുവരെ പൂർത്തിയാക്കിയ അവരുടെ പാഠഭാഗങ്ങൾ എഴുതി നൽകി കുട്ടികളെ സഹായിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. പ്രളയത്തിനിടെ കുട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ട് ഒരു പ്രശ്നം. നോട്ട്ബുക്കുകൾ നഷ്ടമായ കുട്ടികൾ ഇതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഇനി എങ്ങനെ എഴുതിയെടുക്കും എന്ന ആശങ്കയിലാണ്. എന്നാൽ ഈ കുട്ടികളെ സഹായിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു കൂട്ടം. പ്രളയക്കെടുതിയിൽ കൈകോർത്ത് തലസ്ഥാനത്ത് ആയിരങ്ങൾ. വെള്ളപ്പൊക്കത്തിൽ നോട്ട്ബുക്കുകൾ നഷ്ടമായ കുട്ടികൾക്ക് താങ്ങാകാൻ തലസ്ഥാനത്ത് ആയിരക്കണക്കിന് നോട്ട്ബുക്കുകൾ എഴുതി തയ്യാറാക്കി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പദ്ധതിയുടെ ഭാഗമായി. കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം ഒരു പ്രളയകാലത്ത് ഒരു വല്ലാത്ത ദുരന്തം കേരളം നേരിട്ടപ്പോൾ എത്രയോ പേരാണ് ഒന്നിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ കുട്ടികളായിരിക്കും. കാരണം അവർ ഇത്രയും കാലം പഠിച്ച പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു, എഴുതിയ പാഠങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു പുസ്തകം പോലും ഒരു കുട്ടിയുടെ കയ്യിലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവർ ചെയ്യുന്നത് സ്വന്തമായി നോട്ട്ബുക്കുകൾ എഴുതി വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള നോട്ട്ബുക്കുകൾ എഴുതി അത് വിതരണം ചെയ്യുക. അതിൻ്റെ സംഘാടകരാകട്ടെ ഇൻക്യുബേഷൻ എന്ന കോഴിക്കോട് ബേസ് ചെയ്തിരിക്കുന്ന ഒരു NGO. ഇൻക്യുബേഷൻ എന്നുള്ള നമ്മളുടെ കോഴിക്കോടുള്ള NGO ആണ്. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടായ്മ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്ഥിരമായി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഓർഫനേജ് ആണ് അൻസാർ ഓർഫനേജ് കീഴ്ശ്ശേരി. അവിടുത്തെ കുട്ടികളാണ് ഈ ഒരു ആശയം നമുക്ക് മുമ്പിലേക്ക് ഇട്ടുതരുന്നത്. അപ്പോൾ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ അടുത്തെത്തിയപ്പോൾ അവർ നമ്മളോട് ചോദിച്ച കാര്യം, ഞങ്ങൾ കുറച്ച് നോട്ട് എഴുതി തരാം, നിങ്ങൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു തോട്ട് ആണ് നമുക്ക് സ്പാർക്കായി വരികയും അത് ഞങ്ങൾ ക്യാമ്പയിനായി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. ദുരിതബാധിതരായ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാവുമെന്ന ചിന്തയാണ് ആശയത്തിന് പിന്നിൽ. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻക്യുബേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പുത്തൻ നോട്ട്ബുക്കുകൾ നൽകുന്നത് കൊണ്ട് മാത്രമായില്ല, ഇതുവരെ എഴുതിയതൊക്കെ നഷ്ടപ്പെട്ട കുട്ടികൾ എങ്ങനെ പഠിക്കുമെന്ന ആലോചന ഉണ്ടായതോടെ കുറെ കൂടി കടന്നു ചിന്തിച്ചു. അങ്ങനെയാണ് ഓണപരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങൾ എഴുതിയ നോട്ട്ബുക്കുകൾ അധ്യാപകരുടെ സഹായത്തോടെ ശേഖരിച്ചത്. തുടർന്ന് സംഘടനയിലെ അംഗങ്ങൾ ഇത് പുതിയ നോട്ട്ബുക്കുകളിൽ പകർത്തിയെഴുതാൻ തുടങ്ങി. സമൂഹ മാധ്യമങ്ങൾ വഴി ആശയം പ്രചരിപ്പിച്ചു. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി പേർ സംഘാടകരുമായി ബന്ധപ്പെട്ടു. എല്ലാവർക്കും പകർത്തിയെഴുതേണ്ട പാഠഭാഗങ്ങൾ അയച്ചു കൊടുത്തു. വ്യക്തിഗതമായും ചെറിയ ഗ്രൂപ്പുകളായും തിരിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ നോട്ട്ബുക്കുകൾ പകർത്തിയെഴുതുന്നത്. ശരിക്കും ഞങ്ങളെ അനിയത്തിമാരും അനിയന്മാരുമാണ്. അപ്പൊ അവർക്ക് വേണ്ടി ശരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുക്കാൻ വളരെയധികം സന്തോഷം. നമുക്കിപ്പോൾ ഒരു പുസ്തകം തന്നെ നോക്കാം. ഈ രീതിയിലാണ് അവർ പുസ്തകം എഴുതുന്നത്. ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട് അവരുടെ ഒരു സ്നേഹം. ആർക്കാണോ നൽകുന്നത് അവരുടെ ഒരു സ്നേഹം നമുക്ക് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തിന് സ്നേഹപൂർവ്വം. നമ്മുടെ പോലത്തെ കുറെ പിള്ളേരാണ്
അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഈ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വന്നിട്ട് PDF പോലെ നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടം, അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരും? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മളെ കമൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊരു വലിയൊരു എഫേർട്ട്, എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്, ആളുകൾ എത്രയോ പേരെ നിങ്ങളുടെ സമയം എന്തിനാണ് കളയുന്നത്, കാരണം PDF കൊടുത്താൽ പോരെ. ഇതുപോലൊരു ചിന്ത നമുക്ക് വിട്ടു തന്നത് ഒരിക്കലും ഒരു മാനേജ്മെൻറ്റ് പുസ്തകത്തിൽ നിന്നോ ഒന്നുമല്ല. നമുക്ക് ഈ ചിന്ത തന്നത് സ്നേഹത്തിൻ്റെ വില അറിയാവുന്ന ഓർഫനേജിലെ കുട്ടികളാണ്. അപ്പം അവർക്ക് നഷ്ടപ്പെട്ടത് നോട്ട്ബുക്ക് ആണെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് നോട്ട്ബുക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥം വയ്ക്കുന്നത്. ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം നമ്മളൊരു പ്രിന്റ് എടുത്ത് പഠിച്ചത് കൊണ്ടൊന്നും ആയില്ല. നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, ഒരു കുട്ടിക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, അത് അതേപോലെ തന്നെ അവർക്ക് നൽകുമ്പോൾ, അവർക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരിക്കും. പ്രിയപ്പെട്ട എൻ്റെ അനിയന് അനിയത്തിക്ക് നന്നായി പഠിക്കൂ, താങ്ങും തണലുമായി ഞങ്ങളുണ്ടാകും കൂടെ. പ്രളയത്തിൽ നോട്ട്ബുക്കുകൾ നഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് അകലെയിരുന്ന് പകർത്തിയെഴുതിയ നോട്ട്ബുക്കിലെ ആദ്യത്തെ പേജാണ് ഇങ്ങനെ. വിവിധ ക്ലാസുകളിലേക്ക് 1000-ലധികം ബുക്കുകളാണ് തലസ്ഥാനത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം ചേർന്ന് എഴുതി നൽകിയത്. കുട്ടികൾക്ക്, അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ കഷ്ടത അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു, അവർക്കൊരു സഹായം നമ്മൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ ദർശനം ഇതിനകത്തുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് നിന്ന് ബാംഗ്ലൂർ, ഡൽഹി, കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ചില ആളുകൾ, ഇന്ത്യയുടെ പുറത്ത് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ നോട്ടുകൾ എഴുതുന്നുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തിക്കുകയാണ്. LP സ്കൂൾ മുതൽ മുത്തശ്ശിമാർ, അതുപോലെ ടീച്ചേഴ്സ്, റിട്ടയർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പാൾമാർ, ഇതുപോലെ ഇപ്പം നമ്മളെ വിളിച്ചിരുന്ന ചില ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ. അതിലേറെ സന്തോഷകരമായ കാര്യം, നമ്മളെ ഇവിടെ ഷൂട്ട് ചെയ്ത പോലെ മീഡിയയിൽ നിന്ന് വരെ ആളുകൾ വിളിച്ച് ഞങ്ങളോട് നോട്ട്ബുക്ക് ഞങ്ങൾ എഴുതി തരട്ടെ എന്ന് ചോദിക്കുന്നൊരു അനുഭവം ഉണ്ടായി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ആളുകളും ഒരുപോലെ കേരള നിർമ്മിതിയിൽ അവരുടേതായ റോള് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു വലിയ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. പ്രളയത്തിൽ പെട്ടുപോയവരെ വിവിധ വഴികളിലൂടെ സഹായിക്കാൻ കൈരങ്ങൾ നീട്ടി നിൽക്കുകയാണ് കേരളം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ PDF കൊടുത്താൽ പോരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതങ്ങനെയല്ല ആ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്ന അങ്ങേയറ്റത്തെ മനുഷ്യത്വപരമായ അല്ലെങ്കിൽ സർഗാത്മകമായ ഒരു സമീപനത്തിന്റെ ഭാഗമാണ് ഈ കയ്യെഴുത്തുകൂട്ടം. അവർക്ക് നമുക്ക് എല്ലാ ആശംസകളും നേരാം.